नमस्ते बच्चों, सभी का स्वागत है हिंदी ई गुरु में. അപ്പോൾ +1 ഹിന്ദിയിലെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ നമ്മുടെ സുഗേ സഹനിജിയുടെ ലഘുകഥയായിട്ടുള്ള അനുതാപും ജയശങ്കർ പ്രസാദ്ജിയുടെ കവിത മദൃതുവും അതേപോലെ തന്നെ നമ്മുടെ ചിത്രാ മുദ്ഗൽജിയുടെ ജുലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നാട്യരൂപാന്തരം അതിനെക്കുറിച്ചൊക്കെ ഫോക്കസ് ഏരിയ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാറ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കബീർ ദാസിയുടെ ദോഹയാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഫോക്കസ് ഏരിയയുടെ ഈ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബീർദാസിയുടെ ദോഹയുടെ ആ ക്ലാസ് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ എക്സ്പ്ലനേഷനും രണ്ടാമത്തെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ആ 2 വീഡിയോസും കണ്ടിട്ട് വേണം ഈ ഫോക്കസ് ഏരിയ കാണുവാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം ഇത് ഫോക്കസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ക്ലാസ് കാണുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ കബീർദാസ്ജിയെ കുറിച്ചിട്ട്. ആരാണ് കബീർദാസ്ജി? ഹിന്ദിക്ക് സർവശ്രേഷ്ഠ ഭക്തികാൽ കെ സർവശ്രേഷ്ഠ കവി ഹെ അല്ലേ? ഹിന്ദി സാഹിത്യത്തിൽ ഭക്തികാലത്തിലെ ഭക്തി സാഹിത്യത്തിലെ സർവശ്രേഷ്ഠനായ കവിയാണ് നമ്മുടെ കബീർദാസ്ജി. കബീർദാസ്ജിയുടെ ദോഹയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ദോഹ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് ദോഹ? ദോ പങ്ക്തിയോ വാലി കവിതയാണ് അല്ലേ? 2 വരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥമാണെങ്കിലോ ഒരുപാടാണ് അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കബീർദാസ്ജിയെ കുറിച്ച് പറഞ്ഞിട്ട് കബീർദാസ് കവി बनने के लिए कविता नहीं लिखते थे, तत्कालीन अंध परंपराओं से जनता को सचेत करने के लिए कबीर दोहों का गायन करते थे എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അതായത് ആ കാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലേ? അതേപോലെ തന്നെ ജാതിമത നിങ്ങൾക്കറിയാം ദുരാചാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയില്ല. മാത്രമല്ല ഈ മനുഷ്യ മനസ്സുകളിലൊക്കെ ഈ വിദ്വേഷം, മൂഢത്വം, പരസ്നേഹമില്ലായ്മ ഇവയ്ക്കൊക്കെ ആ ഒരു നല്ലൊരു വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രേരണ ആര് നൽകി? നമ്മുടെ കബീർദാസ്ജിയുടെ ദോഹയിലൂടെ നൽകി എന്നാണ് പറയുന്നത്. അതാ പറയുന്നത് ഹർ ദോഹ അപ്നേമേ പൂർണ്ണ. ആ ഒരു 2 ദോഹ 2 വരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർക്കെല്ലാം ഒരു വഴികാട്ടിയിട്ട് നല്ല വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു വഴികാട്ടിയെ പോലെ ആര് മുന്നേറി? ആ ഭക്തി സാഹിത്യത്തിൽ നമ്മുടെ കബീർദാസ്ജി മുന്നേറി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോഹയാണ് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ദോഹ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. എന്തായിരുന്നു ഫസ്റ്റത്തെ ദോഹ? ബുരാജോ തേക്കനും മേം ചല ബുരാന മിലിയാ കോയ് ജോ ദിൽ ഖോജോ ആപ്നാം മുജുസാ ബുരാന കോയ്. എന്താണ്? ഞാൻ എന്ത് തേടി നടന്നു? ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ, എവിടെയെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി നടന്നു. പക്ഷേ എനിക്ക് കണ്ടെത്താൻ സാധിച്ചോ? ഇല്ല, എനിക്ക് കുറ്റങ്ങളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കി, അതല്ലേ ജ്യോതിൽ ഖോജോ. അപ്പം ഞാൻ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കി. എന്താണപ്പം മനസ്സിലായത്? എന്നെക്കാൾ ഒരു കുറ്റക്കാരനായിട്ട് ഇവിടെ മറ്റാരുമില്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്നാണ്. അപ്പം എന്താണ് ഇന്ന് മനസ്സിലാക്കുന്നത്? നമ്മളെ സ്വയം തൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട് ഒരു സ്വയം ബോധം അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ നമുക്ക് ആവശ്യമാണ് എന്നാണ് കബീർദാസ്ജി ദോഹയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ? രണ്ടാമത്തെ ദോഹയാണെങ്കിലോ ലഘുദാസേ പ്രഭുദാ മിലേ പ്രഭുദാസേ പ്രഭുദൂരി ചീണ്ടി ലേ ശക്കർ ചലി ഹാത്തേക്കേ സിറുദൂരി അല്ലേ? എന്താണ് ഇതിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ അതിൽ നോക്കണം കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോന്നിൻ്റെ ലഘുത എന്താണ്, പ്രഭുത എന്താണ്, രണ്ടാമത്തെ പ്രഭുതയിൽ എന്താണ് വിശേഷം, യമകാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പറഞ്ഞത്? ഫസ്റ്റത്തെ പ്രഭുത എന്താണ്? ആ പ്രഭുത ഒരു ദൈവികതയാണ് കാണിക്കുന്നത് അല്ലേ? മറ്റേ പ്രഭുതയാണെങ്കിലോ അഹങ്കാരമാണ് രണ്ടാമത്തെ പ്രഭുത പറയുന്നത്. ഇതൊക്കെ കറക്റ്റ് പറഞ്ഞു പോകുന്നുണ്ടേ. അത് കാണണം കേട്ടോ നിങ്ങൾ. അതേ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് നമ്മൾ റിവിഷൻ നടത്താറില്ല, റിവൈസ് ചെയ്യണം നമ്മൾ. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ കബീർദാസ്ജി പറയാണ് വിനയത്തിലാണ് ദൈവികതയുള്ളത്.
അല്ലേ? അഹങ്കാരത്തിൽ നിന്നാണെങ്കിലോ എപ്പോഴും ദൈവം അകന്നു നിൽക്കും, അല്ലെങ്കിൽ ദൂരെ നിൽക്കും അല്ലേ? എന്താണ് ഇതിനെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്? ചീണ്ടിയിലെ ശക്ര, അതായത് ഉറുമ്പുകൾ മധുരം കണ്ടാൽ അപ്പം അത് കൊത്തിക്കൊണ്ട് പോകും അല്ലേ? കൊത്തിക്കൊണ്ട് പോവാച്ചാൽ അതുകൊണ്ട് കടന്നു കളയും. അതാണ് എപ്പോഴും വിനയം. എവിടെയാണോ വിനയമുള്ള, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൈവികതയുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നാൽ നല്ലൊരു മനസ്സുള്ള സൽസ്വഭാവിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ അപ്പം തന്നെ ഉടനടി തന്നെ ആരെയും കാത്തു നിൽക്കാനൊന്നും നിൽക്കാതെ ഉടനടി തന്നെ അത് കൈക്കലാക്കി എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മുന്നേറ്റം നടത്തുമെന്നാണ്. പക്ഷേ നമ്മുടെ ഹാത്തിയാണെങ്കിലോ, ഒരു ഉദാഹരണ രൂപത്തിൽ പറയണേ, ഹാത്തിയാണെങ്കിലോ ആനയോ തലയിൽ പൊടിയാണ് വഹിക്കുന്നത് എന്നാണ്. നമുക്കറിയാലേ, കുളി കഴിഞ്ഞാലും എത്ര കുളിച്ച് കുട്ടപ്പനായാലും അതൊക്കെ കഴിഞ്ഞ് ആ പൊടി വീണ്ടും തൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറിയിട്ടുകൊണ്ടിരിക്കും ആര്? ആന. അതായത് ഇനി എന്തൊക്കെ നന്മകൾ എന്നല്ല, എന്തൊക്കെ ഇനി നല്ല വ്യക്തിയോ, ഞാൻ വളരെ റിച്ചാണ്, ഞാൻ വളരെ കുറച്ച് അഹങ്കാരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടെത്താനുള്ള ഏതൊരവസരവും പാഴാക്കില്ല എന്നാണ്. എപ്പോഴും തൻ്റെ മനസ്സ് എന്താക്കിയിരിക്കും? ദുസ്വഭാവങ്ങളാകുന്ന ആ മാലിന്യത്തെ മനസ്സിലും സ്വഭാവത്തിലൊക്കെ കൊണ്ട് നടക്കുന്നവരാവും ഇവർ എന്നാണ് പറയുന്നത് അല്ലേ? ഇതാണ് രണ്ടാമത്തത് ദോഹ. ഇനിയോ മൂന്നാമത്തെ ദോഹയാണെങ്കിലോ, ദുഃഖമേ സുമിരൻ സബ് കരൈ സുഖമേ കരൈ ന കോയി ജോ സുഖമേം സുമിരൻ കരൈ തോ ദുഃഖ കാഹേ ഹോയി. എന്താ പറയുന്നത്? അത് നമുക്കറിയാം. ദുഃഖം വരുമ്പോൾ ഞാൻ അതിനൊരു ഇതും കൊടുന്നു, പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നാൽ കൂരായണ. ഏകം കേട്ടിട്ടില്ലേ? ഒരു പഴഞ്ചൊല്ല് പോലെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട് അല്ലേ? കാരണം എന്താ, ദുഃഖം വരുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കും അല്ലേ? ഓ ദൈവമേ, എന്നത് സാധിച്ചു തരണേ, അത് സാധിച്ചു തരണേ അല്ലെ? എക്സാമിൻ്റെ ബേസിലാകുമ്പോൾ എല്ലാവരും പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ അതൊക്കെ കഴിഞ്ഞു വന്നാലോ സുഖത്തിൽ ആരും, അതാണ് സുഖമേ കരയിനക്കോയോ, ആരും സുഖത്തിൽ ഓർക്കുന്നില്ല. കാരണം എന്തിനാണ് സുഖത്തിലൊക്കെ ഓർക്കുന്നത്? പക്ഷേ നമ്മുടെ കബീർദാസി എന്താ പറയുന്നത്? ജോ സുഖമേ സുമിരൻ കരൈ, ആരാണോ സുഖത്തിലും നമ്മുടെ ദൈവത്തെ ഓർക്കുന്നത്, പിന്നെ അവന് ഒരിക്കലും ദുഃഖം എന്നുള്ള ആ ദുഃഖം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിനർത്ഥം എന്താണ്? എപ്പോഴും സദാസമയം സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ദൈവത്തെ ഓർക്കണം എന്നുള്ളൊരു തത്വമാണ് നമുക്കിതിന്ന് കിട്ടുന്നത് അല്ലേ? ഇനി നാലാമത്തെ ആണെങ്കിലോ, കാമേ ക്രോധി ലാലച്ചി ഇൻതേ ഭക്തി ന ഹോയ് ഭക്തി കരൈ കോയി സൂർമാ ജാതി ഭരൻ കുലുഘോയ്. എന്താണ്? കാമി ദുസ്വഭാവക്കാരനും, ക്രോധി നല്ല ദേഷ്യക്കാരൻ അല്ലെങ്കിൽ കോപിഷ്ഠനും, ലാലച്ചി കൊതിയനുമായിട്ടുള്ളൊരു വ്യക്തി ഒരിക്കലും ഭക്തനാവുകയില്ല. ഞാൻ വളരെയധികം ഭക്തനാണ്, ഞാനിതാ പള്ളിയിൽ പോകുന്നു, ഞാനിത് അമ്പലങ്ങളിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവൻ എന്തായാലും ഒരിക്കലും അങ്ങനെയുള്ളൊരു ഒരാളുടെ മനസ്സിൽ ഈ ദുസ്വഭാവവും കോപിഷ്ഠനും അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുടെ കൊതിയൻ, അതായത് അതാണ് പറയുന്നത് ലാലച്ചി, ക്രോധി, ഇങ്ങനെ ദേഷ്യക്കാരനും മറ്റുള്ളവരോട് ഇങ്ങനെ ഞാനാണ് വലിയവൻ എന്നൊക്കെ കാട്ടി നടക്കുന്നവനൊക്കെ വലിയ ഭക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയുള്ളവനാണ് ഭക്തിയുള്ളവന്? ഭക്തി കരൈ കോയി സൂർമ. അതായത് ജാതി ഭരൺ കുലുകോയി, ജാതിയെന്നോ നിറമെന്നോ, ഭരൺ നിറമെന്നോ, കുലമെന്നോ, ജാതിയെന്നോ മതമെന്നോ ഒരു ജാതി മത ഭേദമന്യേ എന്നൊക്കെ പറയില്ല, എല്ലാവരെയും ഒന്നായി കാണുന്നവനാണ്. അവൻ്റെ മനസ്സിലാണ് യഥാർത്ഥ ഭക്തി വളരുക എന്നാണ് ആര് പറയുന്നത്? കബീർദാസ് ജി നാലാമത്തെ ദോഹയിലൂടെ പറയുന്നത്. ഇനി അഞ്ചാമത്തെ ദോഹയാണെങ്കിലോ, സായി ഇത്തനാ ദീജിയേ ജാമി കുടുംബ സമായി മേ ഭി ഭൂക്കാ ന രഹും സാധു ന ഭൂക്കാ ജായനേ. ദൈവമേ, സായി ദൈവമേ, എനിക്ക് ഇത്ര മാത്രം നൽകൂ, ഇത്തനാ ദീജി എനിക്ക് ഇത്ര മാത്രം നൽകൂ, ജാമി കുടുംബസമയം എൻ്റെ കുടുംബത്തെ പോറ്റാനുള്ളത് മാത്രം നീ എനിക്ക് നൽകൂ. മാത്രമല്ല മേ ഭി ഭൂക്കാൻ നരഹും, ഞാനും എനിക്കും വിശക്കാതിരിക്കാനും അതേപോലെ തന്നെ നല്ലൊരു ആൾക്കും, സാധു എന്ന് പറഞ്ഞാൽ നല്ല സൽസ്വഭാവിയായിട്ടുള്ള മറ്റുള്ളവനും എന്നാണ്. അപ്പോൾ എനിക്കും മറ്റുള്ളവൻ്റെ ചിന്തയപ്പല്ലേ, അവന് വിശക്കാതിരിക്കാൻ മാത്രമുള്ള നീ എനിക്ക് നൽകിയാൽ മതി എന്നാണ്. കാരണം എപ്പോഴും പട്ടിണി എന്നുള്ളതല്ല, പട്ടിണി നടക്കുന്ന ഒരുപാടുണ്ടല്ലേ, അവർക്ക് എന്തിനു വേണ്ടിയുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ അലയുകയാണ് അല്ലേ. എന്നാൽ മറ്റ് ഇടങ്ങളിലാണെങ്കിലോ വീണ്ടും വീണ്ടും പണം ഇങ്ങനെ കുന്നുകൂടാൻ അല്ലെങ്കിൽ പണത്തിന് പിറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത അപ്പുറത്തുണ്ട്. അതാണ് ദൈവം പറയുന്നത്, എന്താ ദൈവമേ, എനിക്ക് കുടുംബത്തെ പോറ്റാനുള്ളത് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളത് മാത്രം എനിക്ക് നൽകൂ എന്നാണ് കബീർദാസ് ജി ദൈവത്തോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 5 ദോഹ വരുന്നത്.
ഈ 5 ദോഹയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കിയാലോ. ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ, 4 മാർക്കാണ് കേട്ടോ. 4 മാർക്കിനാണ് ചോദിക്കാറ്. എന്താണ് ചോദിക്കാറ്? ആ ദോഹയ്ക്ക് ആശയ സ്പഷ്ട കീജി അല്ലെങ്കിൽ വ്യാഖ്യ കീജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരാറ്. ഇത് എന്തിൻ്റെ ഏത് ദോഹയാണ് നോക്കിക്കേ. ദുഃഖമേ സുമിരൻ സബ് കരൈ സുഖമേ കരൈ ന കോയി, ജോ സുഖമേ സുമിരൻ കരൈ തോ ദുഃഖ് കാഹേ ഹോയ്, അല്ലേ? ഈ ദോഹേൻ്റെ എന്തെഴുതാനാണ്? ദോഹയ്ക്ക് ആശയ സ്പഷ്ട കീജി എന്ന് പറഞ്ഞിട്ടാണ് 4 മാർക്കിന്. അങ്ങനെ ഈ 5 ദോഹയിൽ നിന്ന് ഏതെങ്കിലും ഒരു ദോഹയാണ് നമുക്ക് ചോദിക്കാറ്. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത് അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ വീഡിയോയിൽ. എങ്ങനെ കൊടുക്കണം? എല്ലാ ആൻസേഴ്സിനും ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, അല്ലേ? അപ്പോൾ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു മോഡൽ അനുസരിച്ച് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എങ്ങനെ ഇൻട്രോ കൊടുക്കണം? കബീർദാസ് ഭക്തികാൽ കെ നിർഗുൺ ഭക്തി ശാഖ കെ സർവശ്രേഷ്ഠ സന്ത് കവിതേ, അല്ലേ? കബീർദാസ് ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തി ശാഖയിലെ സർവശ്രേഷ്ഠനായ സന്ത് കവിയായിരുന്നു എന്ന് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ഇതന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇൻട്രോ കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ സെൻറ്റൻസ്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് ആ സെൻറ്റൻസ് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാനൊരു മോഡൽ പറഞ്ഞു തരുന്നതല്ലോ. ഇനി അടുത്ത് എന്ത് കൊടുക്കാം? ഇതിങ്ങനെ എഴുതിയിട്ട് ഇനി ആഡ് ചെയ്യട്ടോ. ഇതിൻ്റെ ആൻസർ ആയിട്ടല്ല പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ഞാൻ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ഹിൻസ് തരിക എന്ന് പറയില്ല. അപ്പോൾ ഹിൻസുകളാണ് ഇങ്ങനെ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ ഇങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ദോഹയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അതായത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവുമല്ലോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ ഒരു എന്തോ ക്വസ്റ്റ്യൻ ദുഃഖ് കാഹേ ഹോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമ്മളെ 35-ാമത്തെ പേജിൽ. അതിന് ആ ബേസ് ചെയ്തിട്ട് എന്താണ് ഈ ദോഹയിൽ നിന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഴുതാം, ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഈ ദോഹ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, അതായത് ഇങ്ങനെ കൊടുക്കാം. ഈശ്വർ की याद करने की प्रेरणा देते हुए कबीरदास कहते हैं कि जीवन में दुख एवं सुख के अवसर में ईश्वर हमारे साथ होना है. എന്താണ്? ഈശ്വരനെ ഓർമ്മിക്കണം, അല്ലേ? യാദ് കർണേക്ക് പ്രേരണ, അത് പ്രേരണയാണ് നമുക്ക് നൽകുന്നത്. എന്നിട്ട് കബീർദാസ് പറയാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം എന്നുള്ള ഒരു അവസരത്തിലും സുഖം എന്നുള്ള ഒരു അവസരത്തിലും ഈശ്വരൻ നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ആ കൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആരെ ഓർക്കണം? നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ഓർക്കണം എന്നാണ് കബീർദാസ് പറയുന്നത്. അതാണ് നമുക്ക് ഈ ദോഹയിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞൂടെ? അപ്പോൾ ഈ ആശയം അല്ലെങ്കിൽ വ്യാഖ്യ എഴുതാൻ ചോദിക്കുമ്പോൾ ഈ ആൻസർ നമുക്ക് പറയാം. ഇതും നമുക്ക് കൂട്ടിച്ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ് എന്താ എന്നുള്ള തത്വം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ദോഹയിൽ നിന്ന്. ഈശ്വർ സ്മരൺ കാ മഹത്വ, അല്ലേ? അതാണ് ഈ നമ്മുടെ ഈ ദോഹയിൽ നിന്നുള്ള തത്വം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കബീർദാസ് ജി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വ്യാഖ്യ അല്ലെങ്കിൽ ആശയം എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്യാൻസർ ചെയ്യുക. അപ്പം ഞാൻ പിന്നെയും പറയണ ഇത് മാത്രം പോരാട്ടോ, അത് ഞങ്ങൾക്ക് ഒരു സൂചന നൽകണം, എന്തൊക്കെ പോയിൻറ്റ്സ് നൽകുക എന്ന് പറയില്ലേ, അതിനു വേണ്ടി മാത്രമാണ്. കാരണം ആ വീഡിയോയിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുമ്പോഴും ഓരോ ദോഹയുടെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഹിൻസ് ഞാൻ ഇതിലൂടെ തരുന്നത്. ഇനി ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും ഇതേപോലെ തന്നെയാണ് പറഞ്ഞു പോവുക. ഇൻട്രോ നിങ്ങൾക്ക് ഇത് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇൻട്രോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബീർദാസ് ജി എന്താണ് സന്ത് കവിതേ അല്ലെങ്കിൽ കബീർദാസ് ജി ഭക്തികാൽ की निर्गुण भक्ति शाखा के सर्वश्रेष्ठ संत कविതേ എന്ന് ഇൻട്രോ കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ദോഹ എക്സ്പ്ലെയിൻ ചെയ്യുക. ദോഹയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അത് പറയുക, പിന്നെ തത്വ പറയുക. ഇങ്ങനെ വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഭക്തി കരൈ കോയി സൂർമ ജാതി വരൺ കുലുകോയി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞൂല്ലേ എങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ യഥാർത്ഥ വീരൻ അല്ലെങ്കിൽ ശൂരൻ അല്ലെങ്കിൽ ശൂർ എന്ന് പറയുന്നുണ്ട്. ആരാണ് സച്ച ശൂർ കോനെ? जिसे जाति वर्ण कुल आदि के भेदभाव की चिंता नहीं वही सच्चा वीर है അല്ലെങ്കിൽ शूर है. दूसरे शब्द में എന്താണ്? സമഭാവ की भावना रखने वाला सच्चा शूर बनता है. എന്താണ്? എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാരോ അവൻ യഥാർത്ഥ വീരൻ അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അതാണ് നമ്മളുടെ
കബീർദാസ് ജി ദോഹയിലൂടെ നമുക്ക് പറയുന്നത്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. വേറെ ഒന്നും എഴുതണ്ട, എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണം. 2 മാർക്കിനാണ് കേട്ടോ. ജസ്റ്റ് അതിന് ആൻസർ എഴുതാം. ജിസേ ജാതി വർണ്ണ കുൽ ആദി കെ ഭേദഭാവ് കി ചിന്ത നഹി വഹി സച്ചാ ശൂർ ഹെ, അല്ലെങ്കിൽ സമഭാവ് കി ഭാവന രഖ്നെ വാല സച്ചാ ശൂർ ബൻതാ ഹെ എന്നിവ നമുക്കിതിന് ആൻസർ ചെയ്യാം. ഇനി ചിലപ്പോൾ ഈ ദോഹനെ നിങ്ങൾക്ക് ആശയ സ്പഷ്ടമാക്കാൻ അല്ലെങ്കിൽ വ്യാഖ്യ കീജി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? നേരത്തെ കഴിഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇൻട്രോ കൊടുക്കുക. ഭക്തികാൽക്കെ സർവശ്രേഷ്ഠ സന്ത് കവിത, അല്ലെങ്കിൽ ഭക്തികാൽക്കെ കബീർദാസ് ജി ഭക്തികാൽക്കെ നിർഗുൺ ഭക്തി ശാഖയ്ക്ക് സർവശ്രേഷ്ഠ സന്ത് കവിത എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ദോഹ എന്താണോ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ദോഹയിൽ നിന്ന് മനസ്സിലായി ഇങ്ങനെ എഴുതാം. ഭക്തി മേ ജാതി പാന്തിയ വർണ്ണ കാ കോയി സ്ഥാൻ നഹി ഹൈ, ഈശ്വർ കെ സാമനെ സബ് ഏക് സമാൻ ഹൈ. എന്താണ്? എല്ലാവരും തുല്യരാണ് ദൈവത്തിൻ്റെ മുന്നിൽ. അവിടെ ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ ഒരു വിവേചനവും ദൈവത്തിൻ്റെ പക്കലില്ല. ദൈവത്തിൻ്റെ അടുത്ത് എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാവരും തുല്യരായി കാണുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ വീരൻ, അല്ലെങ്കിൽ ശൂരൻ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, യഥാർത്ഥ ഭക്തനാവുകയുള്ളൂ എന്നാണ് കബീർദാസ് ജി പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് എന്താണ് തത്വം, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്? എന്താണ്? സമഭാവ് ശൂർ കാ ലക്ഷണ ഹേ. ആ ഒരു തത്വമാണ് നമുക്ക് കിട്ടണല്ലേ, സമഭാവം. എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാരോ അവന് ആരുടെ ലക്ഷണമായിരിക്കും ഉണ്ടായിരിക്കും? അങ്ങത്തുള്ളവനായിരിക്കും യഥാർത്ഥ വീരൻ, ശൂരൻ, ധീരൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു തത്വമാണ് ഈ ദോഹയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ തന്നെയാണ് കേട്ടോ. യഹ് ദോഹ പഠേ ഇസ് ദോഹെ കാ ആശയ സ്പഷ്ട കരേ എന്ന് പറഞ്ഞിട്ട് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സായി ഇത്തനാ ദീജിയേ ജാമി കുടുംബ സമായി മേ ഭീ ഭൂഖ നരഹും സാധു ന ഭൂഖ ജായ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ദോഹയിൽ നിന്ന് മനസ്സിലാവുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെയും പറയാണ്, ഇൻട്രോ കൊടുക്കണം. കബീർദാസ് സന്ത് കവിത, അല്ലെങ്കിൽ കബീർദാസ് സർവശ്രേഷ്ഠ ഭക്തികാൽക്കെ സർവശ്രേഷ്ഠ സന്ത് കവിത എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഇൻട്രോ. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ഈ ദോഹയിൽ നിന്ന് മനസ്സിലായത് അത് പറയുക. അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ വീഡിയോയിലുണ്ട്. സച്ചാ ശൂർ കേസേ ബൻതാഹെ എന്ന് പറഞ്ഞിട്ട് 35ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊക്കെ പറയുമ്പോഴും അതിനും കൂടിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ, അതായത് എന്താണോ ഈ ദോഹയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ദോഹയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണിതെന്ന് മനസ്സിലാവുന്നത്? धन हो धान्य ज़्यादा अधिक होने से कोई फ़ायदा नहीं, यह सब हमें दुख की ओर खींचते हैं. നീ ധനമായിക്കോട്ടെ ധാന്യം ആയിക്കോട്ടെ അല്ലേ, എന്തിനി പൈസ ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ നീ എന്തോ ആയിക്കോട്ടെ, എല്ലാം അധികമായാൽ അത് നല്ലതല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അധികമായാൽ അമൃതം വിഷം അല്ലേ. എന്തും അധികമായാൽ, എന്ത് നല്ല കാര്യങ്ങളോ അത് അധികമായാൽ അത് ആപത്താണ്. യഹ് സബ് ഹമേ ദുഃഖ കി ഓർ ഖീഞ്ചത്തെ ഹേ. ഇതെല്ലാം ദുഃഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നാണ് ആര് പറയുന്നത്? കബീർദാസ് ജി ഈ ദോഹയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതല്ലേ സായിത്രം, അതാണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഇത്ര മാത്രം മതി, എത്രമാത്രം എനിക്കും ആ സാധു മനുഷ്യൻ, അല്ലെങ്കിൽ ഏത് സാധുക്കളാണോ അവിടെ ഉള്ളത് അവർക്കും ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലും, അല്ലെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടി എന്താണോ ഉള്ളത് അത് മാത്രം മതി ദൈവമേ. ഞങ്ങൾക്ക് അധികമൊന്നും നീ തരണ്ട എന്നാണ് അപേക്ഷിക്കുന്നത്. അതന്നെയല്ലേ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ദോഹയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താണ് നമ്മുടെ ഈ ദോഹയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തത്വം എന്ന് പറയുന്നത്? അപ്നെ പാസ് ജോ കുച്ച് ഹേ ഉസ്മേൻ ഹി ഖുഷ് ഹോനാ ചാഹിയേ അല്ലേ. നമ്മുടെ കയ്യിൽ, നമ്മുടെ പക്കൽ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ തൃപ്തരാവുക, അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു തത്വമാണ് നമ്മുടെ ഈ ദോഹയിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം ഈ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. പിന്നെയും പറയാണ്, ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ, 4 മാർക്കിനാണ്. ലഘുദാസേ പ്രഭുദാ മിലേ പ്രഭുദാസേ പ്രഭുദൂരി ചീണ്ടിയിലെ ശക്കര ചൊലി ഹാത്തിക്ക് സിറുദൂരി അല്ലേ. ലഘുതയും പ്രഭുദേനെയും കുറിച്ചിട്ടാണല്ലേ. ഇതെങ്ങനെ എഴുതണം, ആശയം സ്പഷ്ടമാക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രോ കൊടുക്കുക. എന്നിട്ടോ നിങ്ങൾക്ക് എന്താണോ ഈ ദോഹ വായിച്ചിട്ട് മനസ്സിലായത് എന്നുള്ളത് പറയാം. അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ആൻസർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇത് എഴുതാം. നോക്കിക്കേ, എന്താണ് ഈ ദോഹയിൽ നിന്ന് മനസ്സിലായത്? लालित्येव विनम्र जीवन बिताने की प्रेरणा देते हुए कबीरदास कहते हैं कि विनम्रता में मनुष्य का महत्व सौगुना बढ़ता है. നമുക്കറിയാലേ, വിനയം അല്ലെങ്കിൽ എളിമ അല്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ താഴാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനും ബഹുമാനിക്കാനുമുള്ള ഒരു മനസ്സ്
അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മനുഷ്യൻ്റെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇരട്ടിയായി സൗഗുണപ്പെടുത്ത വിനമ്രതമായി മനുഷ്യക്ക് നമ്മുടെ മഹത്വം എന്നുള്ളത് ഇരട്ടിയായി വർദ്ധിക്കും, അല്ലെങ്കിൽ 100 ഇരട്ടി വർദ്ധിക്കും എന്നാണ് പറയുന്നത് അല്ലെ. സൗഗുണ 100 ഇരട്ടി ബടുത്താഹെ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ ദോഹയിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന തത്വം? ജീവൻ കി ശാന്തി സാധകി മേം ഹേ. അതല്ലേ നമുക്കിന്ന് മനസ്സിലാവുന്നത്. വിനയത്തിലാണ്, എവിടെ എളിമയുണ്ടോ എവിടെ വിനയുണ്ടോ അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. അപ്പം അതാണ് നമുക്ക് ഈ ദോഹയിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ 5 ദോഹയും നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ദോഹയിൽ നിന്ന് എന്ത് തത്വം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ഫസ്റ്റത്തെ ദോഹയിൽ നിന്ന് അപ്നേക്കോ പഹചാനനെ വാല സച്ചാ ജ്ഞാനി ഹേ. സ്വയം തിരിച്ചറിയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക അല്ലേ. സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കുക, ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്നേക്കു പച്ചാനെ വാല, സ്വയം അറിയുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ ജ്ഞാനി എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ഈ ഫസ്റ്റ് ദോഹയിൽ നിന്ന് നമ്മുടെ കബീർദാസ് ജി പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. ആ ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ദോഹയിൽ നിന്നോ ജീവൻ കി ശാന്തി സാധകി മേ ഹേ അല്ലേ. ജീവൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു സമാധാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടെ ലാളിത്യം ഉണ്ടായിരിക്കണം, അവിടെ എളിമ ഉണ്ടായിരിക്കണം, അവിടെ ലഘുത ഉണ്ടായിരിക്കണം അല്ലേ, വിനയം ഉണ്ടായിരിക്കണം എന്നാണ്, സാധകി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതല്ലേ രണ്ടാമത്തേൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ ദോഹയിൽ നിന്നോ ഈശ്വര സ്മരൺ കാ മഹത്വ അല്ലേ. സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ദൈവത്തെ ഓർക്കണം എന്നുള്ള ഒരു തത്വമാണ് ഈ ദോഹയിൽ നിന്ന് നമുക്ക് കബീർദാസ് ജി പറഞ്ഞു തരുന്നത്. നാലാമത്തെ ദോഹയിൽ നിന്നാണെങ്കിലോ സമഭാവ് ശൂർ കാ ലക്ഷണ ഹേ അല്ലേ. എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ അവനാണ് ശൂർ, അല്ലെങ്കിൽ അവനാണ് വീരൻ, അല്ലെങ്കിൽ അവനാണ് ധീരൻ എന്നൊക്കെയാണ് അവൻ്റെ ലക്ഷണമാണത് എന്നാണ് നമ്മുടെ കബീർദാസ് ജി പറയുന്നത്. അഞ്ചാമത്തെ ദോഹയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്നെ പാസ് ജോ കുച്ച് ഹേ ഉസ്മേം ഹി കുശ് ഹോനാ ചാഹിയേ. നമ്മുടെ കൈവശം എന്തൊക്കെയുണ്ടോ അതിൽ നമ്മൾ തൃപ്തരാവുക എന്നുള്ളൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ ആ ഒരു തത്വമാണ് നമുക്ക് നമ്മുടെ കബീർദാസ് ജി ഈ ദോഹയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് 5 ദോഹയിൽ നിന്ന് 5 തത്വങ്ങൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഈ ചാപ്റ്റർ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഹിന്ദി ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത ഫോക്കസ് ഏരിയ നമ്മുടെ ചാപ്റ്ററായിട്ട് വരുന്നത് വരെ ധന്യവാദ് ബച്ചോ.